അനങ്ങല്ലേ? എന്താ അങ്ങനെ തന്നെ നിൽക്ക്. എന്താ ഇത് വേണ്ട. എന്താ തനിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ തന്നെ ഒന്ന് വരച്ചോട്ടെ. ഓക്കെ പക്ഷെ അനങ്ങല്ലേ, അനങ്ങല്ലേ, അനങ്ങരുത്. പക്ഷെ കഴിയാറായോ? ഹേയ്, കഴിഞ്ഞില്ല, തുടങ്ങിയല്ലേ ഉള്ളൂ. കാല് വേനിക്കുന്നുടോ. അനങ്ങാതെ നിൽക്ക്. ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്ന പിന്നെ കൂടുതൽ സമയം എടുക്കും. കുറച്ച് ഇല്ലല്ല, പോകാൻ അങ്ങോട്ട്. അയ്യോ, കരിയായി. കൈ ഇവിടെ. ഓക്കെ. കഴിയാറായോ? കഴിയട്ടെ, കഴിവ് പറയാം. എടോ മതി മതി. കഴിഞ്ഞോ? കഴിഞ്ഞു. എനിക്കിനി നിൽക്കാൻ വയ്യ. ഫൈനൽ ടച്ച് ഉള്ളൂ. വാ. അയ്യേ, ഇതെന്താ കണ്ണുനീരൊക്കെ? താൻ കരഞ്ഞുകൊണ്ട്. ഞാനോ? ഞാൻ എപ്പോഴാ കരഞ്ഞ? ഞാൻ ചിരിച്ചോണ്ടല്ലേ ഇരുന്നെ. താൻ കരയുന്നത് ഞാൻ കാണാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ശരിയായിരുന്നില്ലേ അത്? താനത് എന്തൊക്കെയായി പറയുന്നേ? എടോ, അത് ചുമ്മാ മുന്നിൽ കാണുന്നതിലും പകർത്തി വെച്ചിട്ട് കുറെ കളവ് വാരിത്തേക്കുന്ന പരിപാടിയല്ല. മുന്നിൽ കാണുന്നത് എന്താണോ അതിന്റെ പിറകിൽ എന്താണ് നടക്കുന്നത് എന്നായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. താനോട് ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുന്നല്ലായിരുന്നു, എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആലോചിച്ച് താൻ എങ്ങോട്ടൊക്കെയോ പോയി. പക്ഷെ ആ ആലോചനയും തൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല, കയ്യിലുണ്ടായിരുന്നു. താൻ ആലോചിക്കും തോറും തൻ്റെ മുഖത്ത് ചിരി ഒഴിച്ച് ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരുന്നു. തൻ്റെ കവിളിലെ വെളുത്ത നിറം മാറി ബ്രൗണായി, പിന്നെ അത് ബേബി പിങ്കായി, പിന്നെയും മാറിയത് റെഡായി. തൻ്റെ കണ്ണുകളും ഒട്ടും ഫോക്കസ്ഡ് അല്ലായിരുന്നു. വളരെ സ്പീഡിലൊന്നും അല്ലെങ്കിലും തൻ്റെ കണ്ണുകൾ എന്തോ പരതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അവിടെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ അവിടെ നിൽക്കുമ്പോൾ തൻ്റെ രണ്ട് കണ്ണും നന്നായിട്ട് നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ താൻ വളരെ ഫോഴ്സ്ഫുള്ളി ആ കണ്ണുനീര് താഴെ വീഴാതെ പിടിച്ചു നിർത്തി. ഞാനത് താഴെ വീഴ്ത്തി, അത്രേ ഉള്ളൂ. എടോ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ചുമ്മാ പകർത്തി വരയ്ക്കുന്ന പരിപാടിയല്ല. മുന്നിൽ കാണുന്നതിൻ്റെ പിറകിൽ എന്താണോ അതാണ് എൻ്റെ വിഷയം. ഇനി പറ, ഈ വരച്ചിരിക്കുന്നല്ലേ സത്യം? സത്യമായതുകൊണ്ടല്ലേ താനൊന്നും പറയാത്തേ? ലൂക്ക, നീ എന്താ നേരത്തെ എൻ്റെ അങ്കിളിനെ കുറിച്ച് പറഞ്ഞേ? ഒരു ദിവസം നീ അയാളെ ഇവിടെ കൊണ്ടുവരണം, എന്നിട്ട് അയാളെ ഇവിടെ പിടിച്ചിരുത്തി ആളുടെ പടം വരയ്ക്കണം. അപ്പം ചിലപ്പോൾ അയാളുടെ മറ്റൊരു മുഖം നിനക്ക് കാണാൻ പറ്റും. ബട്ട് ഫോർ ദി ആക്ടർ ഹിയേഴ്സ്, അയാൾ നിന്നെയും പറ്റിക്കും. നീ പറഞ്ഞ ശരിയാ. നേരത്തെ നീ അയാളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടായിരിക്കും. അവിടെ നിന്നപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് മൊത്തം അയാളെ പറ്റിയാ. അയാൾ ഇല്ലാതാക്കി എൻ്റെ കുട്ടിക്കാലത്തെ പറ്റി. ലൂക്ക, അമ്മ മാത്രമുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ബ്രദർ എന്ന് പറയുന്നത് വെറും ഒരു അങ്കിള് മാത്രമല്ല, അച്ഛനെ പോലെ തന്നെയാണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ മാസവും നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് നമ്മളെ കാണാൻ വരുന്ന, നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വരുന്ന നല്ലൊരാൾ, അച്ഛനോട് സ്നേഹിക്കുന്ന ഒരാൾ. പക്ഷേ ഇടയ്ക്കെപ്പോഴോ അയാളുടെ സ്നേഹപ്രകടനങ്ങളുടെയൊക്കെ രീതിയിലൊരു മാറ്റം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു. ബദൻ അമ്മയുടെ ബ്രദറും ബെസ്റ്റ് ഫ്രണ്ടും മെൻറ്ററും ഒക്കെ ആയ ഒരാളെ പറ്റി അങ്ങനെ ഒരു കാര്യം അമ്മയുടെ അടുത്ത് പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. അമ്മയുടെ പില്ലർ ഓഫ് സ്ട്രെങ്ത് ആയിരുന്നു അയാൾ. പെങ്ങൾക്കും കൊച്ചിനും വേണ്ടി ജീവിതമൊക്കെ മാറ്റി വെച്ചൊരാൾ. എങ്ങാനും ഞാൻ ഈ ആലോചിച്ചു കൂട്ടിയതൊക്കെ എനിക്ക് തോന്നിയതായിരുന്നെങ്കിൽ വീണ്ടും ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോഴാണ് I was being abused all this while എന്ന് എനിക്ക് മനസ്സിലായത്. ഒരു ദിവസം അങ്കിൾ എന്നെ കൂടെ നടക്കാൻ വിളിച്ചു. പേടിയായിരുന്നു എനിക്ക്. ഒഴിവാകാൻ കുറേ നോക്കിയെങ്കിലും
അമ്മ നിർബന്ധിച്ചപ്പോൾ എനിക്ക് കൂടെ പോണ്ടി വന്നു. ഒരു പബ്ലിക് റോഡിൽ വെച്ച് അയാൾ എന്നെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ എൻ്റെ ധൈര്യം. നമ്മൾ കുറച്ചു നേരം നടന്നു തുടങ്ങി അയാളെൻ്റെ കൈയും പിടിച്ചൊരു ഇടവഴിയിലേക്ക് കയറി. ഒരു പുൽമേട്ടിലായിരുന്നു അന്ന് ചെന്ന് അവസാനിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നടന്നിട്ടുള്ള ഏറ്റവും നീളം കൂടിയ വഴിയായിരുന്നു അത്. കാണാവുന്ന ദൂരത്തോളം ഒരാൾ പോലും ഇല്ലായിരുന്നു. അന്നത്തെ എൻ്റെ നെഞ്ചെടുപ്പിൻ്റെ ഒരു വേഗമുണ്ട്, അതെനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ പേടിച്ച പോലെ ഒന്നും നടന്നില്ല. എൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് അതുവരെ എന്നോട് ചെയ്ത എല്ലാത്തിനും മാപ്പ് പറയായിരുന്നു അയാൾ. ഒന്നും അമ്മയടുത്ത് പറയരുതെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ലൂക്ക ഒരേ സമയം കൺഫ്യൂസിങ്ങും ഡിസ്റ്റർബിങ്ങും ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അന്ന് ചിലപ്പോൾ എങ്ങാനും അയാൾ അങ്ങനെ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇതെല്ലാം അമ്മയടുത്ത് പറഞ്ഞാൽ. പക്ഷെ എൻ്റെ മുന്നിൽ അന്ന് അങ്ങനെ കിടന്ന് കരഞ്ഞൊരാൾ, അയാളുടെ ഫേസ് സേവ് ചെയ്യാൻ ഇത് എക്സ്റ്റെൻഡ് വരെയും പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അന്ന് അങ്കിളിന് കൊടുത്ത വാക്ക് ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല. അങ്കിൾ എന്നും അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാ, her only pillar of strength. 12 വർഷം കഴിഞ്ഞിട്ടും ഒന്നുമേ നടന്നിട്ടില്ലാത്ത പോലെയാണ് അഭിനയിക്കുന്നത്. പക്ഷെ എനിക്കതിന് പറ്റില്ല. Because I hate him. Because I hate him so bloody much. നീ അന്നൊരു മുറി ഓഫർ ചെയ്തെങ്കിലും അങ്ങോട്ടേക്ക് മാറണം എന്നൊന്നും ഞാൻ ഓർത്തതല്ല. പക്ഷെ നീ പറഞ്ഞതുപോലെ ശ്വാസം മുട്ടി തുടങ്ങിയിരുന്നു എനിക്ക്. പിന്നെ നിന്നെ കാണുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഹരാസ്മെൻറ്റും അതാ കെട്ടിപ്പൂട്ടിങ്ങ് പോകുന്നത്. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ കണക്ഷൻ ഉണ്ടല്ലോ, അത് തരുന്നൊരു സേഫ്റ്റി ഒരു ഹോസ്റ്റലും തരില്ല എന്നൊരു തോന്നൽ. പിന്നെ ദയവ് ചെയ്ത് ഒരല്പം വൃത്തിയായിട്ട് ഈ വീട് സൂക്ഷിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇത് എന്താ ഇത് എല്ലാം വാരി വലിച്ച് നിരത്തിയിട്ട് മതി കൊച്ചു പിള്ളേരെ പോലെ. എന്റെ മാറ്റിയേട്ടാ ഞാൻ ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ എടുത്തു വെക്കൽ അടിക്കപ്പറക്കലൊന്നും വേണ്ടാന്ന്. അതൊക്കെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന എന്താ കുഴപ്പം? ഇരിക്കുന്നിടത്ത് ഇരുന്ന ചേച്ചിക്കൊന്നും പറഞ്ഞോളൂ, എത്ര തവണ പറഞ്ഞിട്ടുള്ള കാര്യം അത്. താവാ 5 ലക്ഷം അതൊക്കെ അവിടെ ഇരിക്കൂലേ? ഇതെങ്ങനെ എൻ്റെ കൈ വന്നു? എന്നാ അത് ഇവിടെ ഇരിക്കട്ടെ. അല്ല പിന്നെ അപ്പൊ എങ്ങനെ ചെയ്താണ് ആർക്കറിയാം? ആർക്കറിയാം? അപ്പൊ ഇതാണ് നമ്മുടെ മുറി. ഐ മീൻ നിന്റെ മുറി. അമ്മ ഉപയോഗിച്ചിരുന്ന മുറി ആയതുകൊണ്ട് കുറച്ച് വൃത്തിയും എടുപ്പൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഈ മുറി മൊത്തം നീയാണല്ലോ. ഫോട്ടോഗ്രാഫ്സ് ആർ ഫ്രെയിംഡ് മെമ്മറീസ്, അമ്മയുടെ ഫിലോസഫി. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന സുന്ദരന്മാരായ മോഡൽസ് ഞാനും അപ്പ ആയതുകൊണ്ട് അമ്മ എടുത്തേക്കുന്ന ഫോട്ടോസ് മുഴുവൻ ഞങ്ങളുടെ. അന്നും നല്ല അലമ്പായിരുന്നല്ലേ? പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. അന്നും ഇന്നും എന്നും നല്ല കട്ടക്കൂറയാണ്. പിന്നെ ഇവിടെ ഇതിനു മാത്രം ഫോട്ടോസ് ഉണ്ടായിട്ടും നിന്റെ കണ്ണുടക്കിയത് ഈ ഫോട്ടോയിലാണല്ലേ. നിന്റെ ചാട്ടം എങ്ങോട്ടാണ് നീ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അയ്യടാ. പിന്നെ നീ എന്തിനാ നേരത്തെ ആ ചേട്ടൻ്റെ അടുത്ത് ഒച്ച വെച്ചേ? അത് കുറച്ച് ഓവറായി പോയിട്ടോ, ശരിയായില്ല. അത് ശരിയായില്ലല്ലേ? എനിക്ക് തോന്നിയത്. സാരമില്ല, 2 ദിവസം കഴിയുമ്പോൾ പുള്ളി വീണ്ടും തന്നെ കാണിക്കും. അപ്പോൾ നമുക്ക് ശരിയാക്കി കൊടുക്കാം. തമാശയാണോ? നല്ല ബോറായിട്ടുണ്ട് കേട്ടോ. പുള്ളി അതൊക്കെ അടുക്കി പറക്കി വെക്കുമായിരുന്നില്ലേ? എടോ മാഡം നിഹാരിക ബാനർജി, സംഭവം മാറ്റിയിട്ട് നമ്മുടെ മുത്താണ്. പക്ഷേ എൻ്റെ സാധനങ്ങളൊക്കെ അതിൻ്റെതായ സ്ഥാനത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എങ്ങനെ അതിൻ്റെതായ സ്ഥാനത്തോ? ആ മുറിയിൽ ഒരൊറ്റ സാധനം പോലും നിരജോ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. എല്ലാം വാരി വലിച്ച് അവിടെ ഇവിടെ മലങ്കോലമായിട്ട്. നമ്മുടെ കെമിസ്ട്രിയിൽ കിയോട്ടിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരിക്കും നമ്മൾ വന്നപ്പോൾ കണ്ടാൽ മുറി. ആ കൂമ്പാരത്തിൻ്റെ അകത്തുനിന്ന് ഒരു സാധനം തപ്പി കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? എടോ നിനക്കല്ലേ, എനിക്ക് ഇതാണ് പെർഫെക്റ്റ് സിസ്റ്റം. ഈ അലങ്കോലത്തിനൊക്കെ ഒരു അലങ്കാരമുണ്ട്, എൻ്റെതായ ഒരു ഓർഡർ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ.
ആകെ മൊത്തം അൽക്കുൽത്താരി എടുക്കുകയല്ലേ. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ കാര്യങ്ങളൊക്കെ നല്ല നൈസായിട്ട് നടക്കുന്നുണ്ടല്ലോ. റബ്ബിഷ്. നോടക്ക അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ റബ്ബിഷ് എന്ന് വിളിക്കല്ലേ വേണം. സി എന്ത് സാധനവും ഒന്ന് കൈ നീട്ടിയേക്ക് എടുക്കണം. എല്ലാം കൂടെ അവിടെ അടച്ചു പൂട്ടി വെച്ചാൽ അത് നടക്കൂല. ഇപ്പം ഈ റൂമിനകത്ത് എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കാനുണ്ടെങ്കിലും എനിക്കത് ഭയങ്കര ഈസിയാണ്. എന്തെങ്കിലും വേണം ചോദിച്ചു, ഞാൻ എടുത്തു തരാം. ചോദിക്കും. ടവൽ 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 ദേ ടവൽ. ചീപ്പ് 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 അണ്ടർവെയർ അണ്ടർവെയർ അണ്ടർവെയർ. ഹൈ ആ വെച്ചോ. എടുത്തോ. പെയിന്റ് ബ്രഷ് പെയിന്റ് ബ്രഷ് പെയിന്റ് ബ്രഷ് പെയിന്റ് ബ്രഷ്. സിസേഴ്സ് സിസേഴ്സ് ചെറുതോ വലുതോ? മീഡിയം മീഡിയം മീഡിയം. വാലറ്റ് ഉണ്ടോ? വാലറ്റ് ഉണ്ടല്ലോ. പേന പേന ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങളാരും പേന ഉപയോഗിക്കാറില്ല. ഞങ്ങളൊക്കെ പെൻസിലിന്റെ ആൾക്കാരാണ്. അതാവുമ്പോ തെറ്റിയാൽ മാച്ചിട്ട് വീണ്ടും എഴുതാലോ. അതേ പേന വന്നല്ലോ. മിസ്റ്റർ ശിവനാഥ് ദേശാടനമൊക്കെ കഴിഞ്ഞോ? അത് കഴിയുന്നില്ലല്ലോ. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് റൂട്ട് മാറ്റി പിടിച്ചതാ. ആ ആരുടേത്? പരിചയപ്പെടുത്താം. ഇത് നിഹാരിക. വെറും നിഹാരിക അല്ല, നിഹാരിക ബാനർജി. ഓ. പിന്നെ ക്ലോസ് ആയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിഹ എന്ന് വിളിക്കാം. ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് വേണ്ടി വന്നതാ. അത് ശരി. കുറച്ചാണ് ഇവിടെ ആയിരിക്കും താമസം. അല്ല എൻ്റെ പേനയ്ക്ക് തന്നെ. അയ്യോ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് മിസ്റ്റർ മാർട്ടിൻ. ഞാൻ മാർട്ടിൻ എന്ന് വിളിക്കും. ഇവിടുത്തെ ഓൾ നോളാണ്. ഈ വീട് മൊത്തം ഭരിക്കുന്ന പുള്ളിയാ. ശബ്ദം കേട്ടില്ലേ? സലോമി ചേച്ചി. സലോമി ചേച്ചിയുടെ ഭാര്യയാണ് മാർട്ടിൻ. അതെ അല്ല കുഞ്ഞെ, എന്റെ ഭർത്താവ്. അതെ അതാണ്. ആ. പിന്നെ ഇത് മിസ്റ്റർ ശിവനാശൻ. ഹായ്. ആർട്ടിസ്റ്റ്, ആക്ടിവിസ്റ്റ്, ട്രാവലർ, എന്ത് സീനും പിടിക്കും. എന്റെ ഒരു ആശാനാണെന്നോ ചേട്ടനാണെന്നോ സുഹൃത്താണെന്നോ ഒക്കെ പറയാം. പിന്നെ എൻ്റെ പൊന്നു മോളെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികളാണ്. സലോമേച്ചേ, എന്തോ കാപ്പി അറിയല്ലേ? 2 കാപ്പി. എനിക്ക് ചായ മതി. ആ ബെസ്റ്റ്. യവനോട് എൻ്റെ പൊന്നു മോളെ ഇത് നോ ചായ സോണാ. ഈ കൂട്ടുകാരന് കാപ്പി മാത്രമേ ഇറങ്ങത്തുള്ളൂ. ഇത് ഈ പാവങ്ങള് കട്ടനിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന ചായപ്പൊടി പോലെ ഇവനെടുത്ത് പള്ളേ കളഞ്ഞു. നിന്റെ ചായ ബോറാണ്. നിങ്ങൾക്ക് ഞാനൊരു കാപ്പി ഇടാം. പുറത്ത് വന്നാ മതി കേട്ടാ. നമ്മളെ പുറത്ത് കാറ്റുകൊണ്ടിരിക്കും. മോളുടെ വീട്ടുകാരൊക്കെ ബാംഗ്ലൂരാണ്. എത്ര നാളായിട്ട് അറിയാം അവനെ? അധികമായിട്ടില്ല, ഒരു 2-3 ആഴ്ച. ഞാനുൾപ്പെടെ അവൻ്റെ ലൈഫിൽ ചേർത്ത് വെച്ചിരിക്കുന്നവരുടെ എണ്ണം എടുത്താൽ 10 താഴെ കാണത്തുള്ളൂ. അവരെല്ലാം തന്നെ അവൻ്റെ ലൈഫിൽ കൂടിയിട്ട് വർഷങ്ങളായവരാ. അവരുടെ ഇടയിലേക്ക് മോളെ കൂട്ടിക്കൊണ്ട് അവൻ വന്നിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ കുറച്ച് ദിവസം ഒരു പേയിങ് ഗസ്റ്റ് പോലെ. പേയിങ് ഗസ്റ്റിനും അപ്പുറത്തേക്ക് മോളെ അവൻ വാല്യൂ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നതും ഒരു മുറി തുറന്നു വന്നതും ഒക്കെ. എനിക്കറിയില്ല അവനെ. അതിലൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ കാണിച്ചു കൂട്ടുന്ന ചിലരുടെ കുറുമ്പുകളൊക്കെ ഉള്ളൂ. മനസ്സുകൊണ്ട് വളരെ വീക്കായിട്ടുള്ള ഒരാളാണ്. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം കൂടെ നിൽക്കുമ്പോൾ മോളറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. 2 മരണങ്ങൾ കൊണ്ട് വല്ലാതെ പകച്ചുപോയൊരു മനസ്സാവൻ്റെ. അവന് 10 വയസ്സുള്ളപ്പോൾ അവൻ്റെ അപ്പം പിരിച്ചു. അത് കണ്ണിൻ്റെ മുന്നിലായപ്പോൾ വല്ലാതെ പേടിച്ചു പോയി. വലുതാകുമ്പോൾ ആ പേടി മാറുമെന്നൊക്കെ ഓർത്തെങ്കിലും അപ്പോഴേക്കും ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു ഫോബിയായി മാറിക്കഴിഞ്ഞിരുന്നു. മരണമായ ബന്ധമുള്ള എന്തും ചത്ത് കിടക്കുന്ന എറുമ്പ് പോലും ഇന്ന് അവനെ ഡിസ്റ്റർബ് ചെയ്യും. ആ സമയത്ത് അവൻ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ ഈ കഥകളൊന്നും അറിയാത്ത ഒരാൾക്ക് ഭ്രാന്തായിട്ട് തോന്നും. പിന്നെ അവൻ്റെ അമ്മ, അവർ 2 പേരും മാത്രമായിരുന്നുകൊണ്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അവർ തമ്മിൽ. ഒരു മുന്നറിയിപ്പുമില്ല, ഒരു അസുഖം വരുന്നു, കഷ്ടിച്ച് 1 മാസത്തെ എക്സ്ട്രീം പെയിൻ. അമ്മ പോയി, അതും അവനടുത്തിരിക്കുമ്പോൾ. ചടങ്ങുകൾക്കൊന്നും അവനില്ലായിരുന്നു. മുറിയടച്ച് ഒരേ ഇരിപ്പ്. പിന്നെ സൈക്കോളജിസ്റ്റുമാരും കൗൺസിലർമാരും മരുന്നുകളും. കുറച്ച് നാളെടുത്തു ഞങ്ങൾക്ക് അവനിന്ന് തിരിച്ചു കിട്ടാനേ. ഇപ്പൊ അവന് ലൈഫിനോട് വല്ലാത്ത ഭ്രാന്താണ്. അപ്പനെയും അമ്മയും കൊണ്ടുപോയ മരണത്തോട് അവൻ തന്നെ നടത്തുന്ന യുദ്ധം.
പക്ഷെ ചില സമയത്ത് അവ അതെല്ലാം മറക്കും. അപ്പോഴാണ് അവ ഒരു പക്ക ആർട്ടിസ്റ്റ് ആവുന്നത്. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്താലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കപ്പ് പിടി, കാപ്പി കുടി. കോഫി ഈസ് കഫേൻ, കഫേൻ ഈസ് ക്രിയേറ്റിവിറ്റി എന്ന് ആരാശനെ പറഞ്ഞിട്ടുള്ളത്? നീ തന്നെ. അത് കറക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാപ്പി ഇഷ്ടമായോ? വാ. നീ കാണിക്കുന്ന ഏതെങ്കിലും ഒരു കന്നന്തിരിവിന് നിനക്ക് ന്യായീകരണം ഇല്ലാതെ കേട്ടോ. പക്ഷെ ഇന്ന് നീ നിന്റെ പെൻസിലിനോടും എൻ്റെ ബുക്കിനോടും ചെയ്തത് നീ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ഐ ഹാവ് മൈ ഡിസഗ്രിമെന്റ്സ്. നീ പറയുന്നത് പോലെ അതൊക്കെ ഒരു സാധനങ്ങളല്ല. പെൻസിലെടുത്ത് ചെവി തോണ്ടുന്നു, പുസ്തകം മുഴുവൻ തുപ്പൽ തേച്ച് വയ്ക്കുന്നു. സോ ഡിസ്കസ്റ്റിംഗ്. കഴിവ് കൂടുതലൊക്കെ നല്ലതാ, പക്ഷെ അഹങ്കാരമായിരുന്നു. നിലത്ത് ചവിട്ടി നിൽക്കണം. ഇത് എത്ര നേരം ഇന്നെങ്ങനെ തീരുവാ? കഴിഞ്ഞ എൻ്റെ കുഞ്ഞമ്മ ഒന്ന് ക്ഷമിക്കുക. ഈ പണിയൊന്നും അറിയാൻ പാടില്ല, വെറുതെ ആളാമനക്കെടുത്തത്. അവനെന്തേ കുഞ്ഞുമോൻ? ഇത് ഇപ്പം പുറത്തോട്ട് പോയി വെള്ളം എടുക്കാൻ വരും. ഇതെങ്ങനെയുണ്ട്? ഇതെൻ്റെ അങ്ങാരൊന്നുമല്ല, വെറുതെ അവൻ വന്നേക്കനാണ് മനുഷ്യനെ പറ്റിക്കാൻ. ഇത് പുള്ളി തന്നെയാണ്. ഇങ്ങനെ കുഞ്ഞമ്മനെ വിട്ടുപോയിട്ട് ഒരു 10-20 കൊല്ലമായില്ലേ? അതിൻ്റെ ഒരു വയസ്സും പ്രായമൊക്കെ ആയിട്ടുണ്ടാവില്ലേ? ഇനിയൊന്ന് നോക്കിയേ ഇല്ലേ? ഇത്തിരി വയസ്സായിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചെറുപ്പമാക്കി തരാം. മോനോട് ഇരിക്കുക, ഞാൻ കുറച്ച് കഞ്ഞെടുത്തുണ്ട് വരാം. ലൂക്ക, നീ എന്തായി ചെയ്യുന്നത്? കണ്ടില്ലേ? എന്തേ? അതാ ചോദിച്ച ഒരു അറപ്പില്ലെന്ന്. എന്തിനു പടം വരയ്ക്കുന്നതിനാ? അതിനല്ല, ഈ പെൻസിലെടുത്ത് ചെവിയിൽ ഇങ്ങനെയൊക്കെ ആക്കാൻ. പെൻസിലല്ലേ ചെവിയുടെ ഏറ്റവും ബെസ്റ്റ്. ആ വട്സൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്, മറ്റേ ഇയർ ഡ്രമൊക്കെ പൊട്ടിപ്പോവും. ഈ പെൻസിൽ വെച്ചാലും നീ സ്കെച്ചൊക്കെ വരയ്ക്കുന്നത് അതിനൊരു ഡിഗ്നിറ്റി ഇല്ലേ, ഒരു ഡിവൈനിറ്റി ഇല്ലേ? യു ഗോട്ട് ടു റെസ്പെക്ട് ദാറ്റ്. നോ, അതിനിപ്പോൾ എന്താ, ഇതൊരു യൂസ് ആൻഡ് ത്രോ ഒബ്ജക്റ്റ് ആണ്. ഇപ്പം ഇതിൻ്റെ പോലെ തരുമ്പോൾ നമ്മൾ ബ്ലേഡ് വെച്ച് ചെത്തിക്കളയും, പിന്നെ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാണ്ടാവുമ്പോൾ എറിഞ്ഞ് കളയും. അത്രേ ഉള്ളൂ. നത്തിങ് മോർ, നത്തിങ് ലെസ്. തർക്കിക്കാനൊന്നും ഞാനില്ല, പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ ഇതിന് കുറച്ചുകൂടി റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കണം. എടോ, ഞാൻ ചെയ്യുന്നൊരു ആർട്ട് വർക്കിനെ റെസ്പെക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിന് ഉപയോഗിക്കുന്ന പേന, പെൻസിൽ, ക്യാൻവാസ് ഇതിനെയൊക്കെ തൊട്ടുമുത്രം തലയിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, താൻ വായിക്കുന്ന പുസ്തകത്തിൻ്റെ കണ്ടന്റിനാണ് വില, അല്ലാതെ പുസ്തകം ഇറ്റ്സെൽഫ് ഈസ് വർത്ത് നത്തിങ്. ഓഫ് കോഴ്സ് നോട്ട്. ഓരോ ബുക്കിനും അതിൻ്റെതായിട്ടുള്ള ദൈവികതയുണ്ട്. നീ കേട്ടില്ലേ, എ ബുക്ക് ക്യാൻ ഗിവ് യു എ ലൈഫ്, എ ബുക്ക് ക്യാൻ ടേക്ക് യുവർ ലൈഫ്. ഈ പുസ്തകത്തിന്റെ എത്രാമത്തെ പേജിലാണ് ദൈവികത എന്ന് പറഞ്ഞത്? ഇതെന്തീ തുപ്പലൊക്കെ തേക്കണേ? തുപ്പലേജിലെ പുസ്തകത്തിന് പേജ് മറയ്ക്കാം. ഞങ്ങൾ തലമുറകളായിട്ട് എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് പേജ് മറയ്ക്കുന്നത്, എൻ്റെ അപ്പ എങ്ങനെയാണ് പേജ് മറച്ചുകൊണ്ടിരുന്നത്, എൻ്റെ അപ്പയുടെ അപ്പ എങ്ങനെയാണ് മറച്ചുകൊണ്ടിരുന്നത്, എൻ്റെ അപ്പയുടെ അപ്പ എങ്ങനെയാണ് മറച്ചുകൊണ്ടിരുന്നത്. നാളെ എനിക്ക് പിള്ളേരുണ്ടായാലും ആ ഒരക്ഷരം പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യമാണ് തുപ്പലോട്ട് പേജ് മറക്കുന്ന കാര്യം. ആണല്ലോ, വെറുതെ അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എവല്യൂഷൻ കേട്ടിട്ടോ, അത് സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ കുടുംബത്തില്. ഇങ്ങനെയൊക്കെ. അപ്പൊ എവല്യൂഷൻ സംഭവിച്ചാൽ വായ തുപ്പലൊക്കെ പറ്റിപ്പോകും. അല്ല, തുപ്പൽ എന്നോട്ടാ മോശപ്പെട്ട കാര്യമായത്. പൊള്ളിയാ പോലും തുപ്പലല്ലേ തേക്കുന്നത്. തുപ്പലിനെന്താ കുഴപ്പം? തുപ്പലിനെന്താ കുഴപ്പം? ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ, തന്നെ വീണാണ്. ഞാൻ രക്ഷിക്കാം. കൈതാ കൈതാ. ഈ വെള്ള തുപ്പലിനത്ര കേടല്ലേ? പാമ്പായിരിക്കുള്ളൂ. പേരും മുഖവും ഒന്നും ഓർമ്മയില്ലാത്ത കുറെ കുട്ടികളുടെ കൂടെ കാൽക്കട്ടയിലെ സ്ട്രീറ്റ്സിലൂടെയൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതാ എനിക്ക് ചൈൽഡ്ഹുഡിനെ പറ്റിയുള്ള ആകെയുള്ളൊരു വേഗ് മെമ്മറി. അവിടെ എവിടെയോ ബ്രേക്ക് ഡൗണായി കിടന്നിരുന്നൊരു വണ്ടി പെട്ടെന്ന് ഇങ്ങനെ റീസ്റ്റാർട്ടായ പോലൊരു ഫീൽ. സാറേ, അത്താഴ റെഡി ആയിട്ടുണ്ട്. എടുത്തു വെച്ചോ. വേണ്ട ചേച്ചി. ഇങ്ങനെയാണ് നമുക്ക് ഇതും വേണ്ടെന്ന് വയ്ക്കാം ഫാത്തിമ. നാളെ മുതൽ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഞാൻ എന്ത് ചെയ്തിട്ട് അക്ബർ? ചേച്ചി എൻ്റെ റൂമിലെ ആ ജനലോ നിറച്ചാറേ. ഫാത്തിമ, നീ ആളാകെ മാറിപ്പോയി. നമ്മൾ ഒരുമിച്ച് നല്ല സുഹൃത്തുക്കളെ പോലെയല്ലേ പിരിയാൻ തീരുമാനിച്ചത്? നിന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പേപ്പേഴ്സ് ഫയൽ ചെയ്യാൻ കൊടുത്തതും.
പക്ഷേ അന്ന് മുതൽ നീ വേറെ ആരോ ആണ്. ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്ത് സംസാരിച്ചിട്ട് എത്ര ദിവസമായി ഫാത്തിമ? സേ, ഞാൻ ഒരു കാര്യവും നിന്നോട് മറച്ചു വെച്ചിട്ടില്ല. നിക്കാഹിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നും കൂടെ കൂടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലെന്നും. നിന്നെ ഇതിലേക്ക് വലിച്ചിട്ടതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പിരിയണമെന്ന് ഞാൻ പറഞ്ഞത് തന്നെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ. എന്റെ നല്ലതിനോ? ആത്മാർത്ഥമായിട്ട് പറയാമോ അക്ബർ ചെയ്യുന്നതൊക്കെ എന്റെ നല്ലതിനാന്ന്? ഞാൻ ആ പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്തത് അക്ബറിനെ ഓർത്തിട്ട, അക്ബറിനെ കരുതി മാത്രം. പറഞ്ഞത് ശരിയാ, അക്ബർ എന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ല. നിക്കാ ഒരു പരീക്ഷണമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചത്. അപ്പോഴൊക്കെ അക്ബറിനെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അക്ബർ ഇതിന് തയ്യാറല്ല, അതിന് താല്പര്യവും. ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടിയല്ലേ പേഴ്സണലി ആ ഫോട്ടോയും ആ പൂച്ചയും ഒക്കെ കൂടെ കൊണ്ടു കിടക്കുന്നത്. അക്ബറിന് ആ ഓർമ്മകളിൽ മാത്രമായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. ഞാനിവിടെ ഉള്ളത് അക്ബറിനൊരു പെയിനാണ്. അതുകൊണ്ട് ഈ ഡിവോഴ്സ് അക്ബർ എനിക്ക് ചെയ്യുന്ന ഹെൽപ്പല്ല, ഞാൻ അക്ബറിന് ചെയ്യുന്ന സഹായമാണ്.